നിലമ്പൂരിൽ ബി.ജെ.പി. മത്സരിക്കാതെ പിന്മാറുമെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കൊലകൊമ്പനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും ബി.ജെ.പി. നിലമ്പൂരിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പാണ്. അത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് ബി.ജെ.പി. ഇങ്ങനെ പിന്മാറാൻ തീരുമാനിച്ചത്. ഇവിടെ ബി.ജെ.പിയുടെ പിന്മാറ്റം ഏതു മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നൊരു ആലോചനയിലാണ് ഇപ്പോൾ പാർട്ടികൾ. ബി.ജെ.പി. വോട്ടുകൾ കൂട്ടത്തോടെ പിടിക്കാമെന്ന കണക്കുകൂട്ടലിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. കാരണം ബി.ജെ.പിക്കൊപ്പം കഴിഞ്ഞ നാൾ വരെ പ്രവർത്തിച്ച സന്ദീപ് വാര്യരെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കിയാൽ ബി.ജെ.പി. അനുഭാവികളുടെ വോട്ട് കൂട്ടമായി പെട്ടിയിലാക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടിയിരിക്കുന്നു. മണിക്കൂറുകൾക്ക് മുൻപാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ പോന്ന ശക്തി നിലമ്പൂരിൽ ബി.ജെ.പിക്കില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിൽ പ്രചരണം നടത്തണമെങ്കിൽ മാത്രം 70 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഈ പണം വെറുതെ നിലമ്പൂരിൽ കളഞ്ഞുകുളിക്കാൻ താല്പര്യമില്ല എന്നാണ് ബി.ജെ.പിയുടെ പക്ഷം. ഈ നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിലേക്ക് സന്ദീപ് വാര്യർ കടന്നു വന്നത്. നിലവിൽ കോൺഗ്രസ് വക്താവിന്റെ റോളിലാണ് സന്ദീപ് വാര്യർ ഇവിടെ നിൽക്കുന്നത്. യുവാക്കൾക്കിടയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ചലനമുണ്ടാക്കാൻ സന്ദീപിന് സാധിച്ചിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിച്ചതിൽ നിർണായക റോൾ സന്ദീപ് വാര്യർ വഹിച്ചിരുന്നു. പാലക്കാട്ടെ ബി.ജെ.പിയുടെ ശക്തി ദൗർബല്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ സന്ദീപിന്റെ സാന്നിധ്യം അവിടെ കോൺഗ്രസിന് ഗുണം ചെയ്തു. സന്ദീപ് വാര്യർ ഇമ്പാക്ട് നിലമ്പൂരിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വക്താവിന് നറുക്കു വീഴും. നിലവിൽ ആര്യാടൻ ഷൗക്കത്തും വി.എസ്. ജോയിയുമാണ് സാധ്യതാ പട്ടികയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഷൗക്കത്തിനെ നിർത്തിയാൽ നിലമ്പൂരിൽ പിന്തുണയ്ക്കില്ല എന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ പി.വി. അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്ന സാധ്യതയും കോൺഗ്രസ് പരീക്ഷിക്കുന്നു. അവിടെ സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നു വന്നു എന്നതാണ് സത്യം. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 8500 പരം വോട്ടുകൾ മാത്രമാണ് നിലമ്പൂരിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. പാർട്ടി ഏറ്റവും പിന്നിൽ പോയ മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ. സന്ദീപിനെ കൊണ്ടുവന്ന് ഈ 8000 വോട്ട് കൂടി കോൺഗ്രസിൽ എത്തിക്കാൻ സാധിച്ചാൽ പോലും വലിയ നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ സാധിക്കില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിച്ച മണ്ഡലമാണത്. അത് അന്ന് 12000-ലധികം വോട്ട് പിടിച്ച ബി.ജെ.പിക്ക് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. സന്ദീപിനെ കൊണ്ടുവന്നാൽ കുറഞ്ഞത് 15000-ഓളം വോട്ടുകൾ അധികമായി പിടിക്കാമെന്ന് കരുതുന്നവരും കോൺഗ്രസിനുള്ളിലുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം വരുന്ന ഒരു സാഹചര്യത്തിൽ ആകാംക്ഷയിലാണ് പാർട്ടിയും ജനങ്ങളും ഉള്ളത്.